ഹലോ. നമ്മൾ കിഡ്സിന്റെ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ബോ കൂടെ കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലുള്ള ബോ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു എലാസ്റ്റിക്കും 4 ഇഞ്ച് വീതിയുള്ള ഒരു എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഒരു സാറ്റിന്റെ ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എലാസ്റ്റിക്കിന്റെ നീളം വരുന്നത് ഒരു 12 ഇഞ്ച് നീളത്തിലാണ് വരുന്നത്. 4 ഇഞ്ചിന്റെ എലാസ്റ്റിക്കാണ്. കൂടാതെ തന്നെ ഒരു സാറ്റിൻ എടുത്തിട്ടുണ്ട്. നമ്മൾ 22 ഇഞ്ച് നീളമുള്ള സാറ്റിന്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഇഞ്ച് വീതിയാണ് സാറ്റിന് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു 2 പീസ് കൂടാണ്ട് നമ്മൾ അതിന്റെ മുകളിലായിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലിറ്റർ ആയിട്ടുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 ഇഞ്ച് വീതിയാണ് വരുന്നത്. അതായത് 4 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് 2 ഇഞ്ച് കിട്ടും. ആ ഒരു രീതിയിൽ നമ്മൾ രണ്ടാക്കി മടക്കി വെച്ചതാണ്. അപ്പോൾ ഇതിന്റെ നീളം വരുന്നത് ഒരു 24 ഇഞ്ചാണ് ഇതിന്റെ നീളം വരുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റത് നമുക്ക് ആ എലാസ്റ്റിക് ഇട്ടൊരു ബോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു സാറ്റിന്റെ തുണി എടുക്കുക. അതിനുശേഷം ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുമ്പോൾ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം മടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലെ മടക്കിയ ശേഷം എന്ത് ചെയ്യുക, എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു എൻഡ് വശം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഹോൾ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് കുത്തിയിട്ട് നേരെ ഈ വള്ളി ഒന്ന് മറച്ചിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എൻഡ് വശം ഇതുപോലെ ഒന്ന് നേരെ ഒരു കമ്പ് വെച്ച് നേരെ തള്ളിയിട്ട് എന്ത് ചെയ്യുക, അപ്പുറം സൈഡിലേക്ക് മറിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇതുപോലെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒരു സൈഡിന്റെ സെന്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ സ്റ്റിച്ച് വരുന്നത് രണ്ടാമത്തെ പീസിന്റെ സെന്ററിൽ വരുന്ന രീതിയിൽ ഒന്ന് വെച്ച രീതിയിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പൊ ഇതുപോലെ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കാം. കണ്ടോ, കറക്റ്റ് സ്റ്റിച്ച് സെന്ററിലായിട്ട് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കണ്ടോ, സെന്ററിലാണ് സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അലാസ്റ്റിക് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കാം. അപ്പൊ അതിനായിട്ട് അലാസ്റ്റിക്കിന്റെ എൻഡ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് പിന്നെ കുത്തി കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു വള്ളിക്കകത്ത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. ഇതുപോലെ നല്ല തള്ളി കൊടുത്താൽ നമുക്ക് നേരെ അലാസ്റ്റിക് അപ്പുറ സൈഡിലേക്ക് വരും. അപ്പൊ ഈ ഒരു എൻഡ് വശത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, അവിടെ ചെറുതായിട്ടൊന്ന് കയറി പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ആ ഒരു എൻഡ് വശം ചെറുതായിട്ടൊന്ന് പിന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷൻ നേരെ തള്ളിയിട്ട് ഉള്ളിൽ കയറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മൾ അപ്പുറം സൈഡിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ആ ഒരു പിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ അലാസ്റ്റിക് കറക്റ്റ് ആയിട്ട് ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമ്മൾ അലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട്. ഇനി പിന്നെ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു അലാസ്റ്റിക് തുണിയിൽ നിന്ന് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എൻഡ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ തന്നെ പിന്നൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ആ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ. ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു തുണി ഊരിപ്പോരാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അതിൻ്റെ ചുളി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. രണ്ട് സൈഡിലേക്ക് വലിക്കുമ്പോൾ ആ ചുളി എല്ലാ സ്ഥലത്തും ഒരുപോലെ നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നേരെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു തുണിയുടെ ഫ്രില്ല് എല്ലാ സൈഡിലും ഒരുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സെൻറ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള വള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാ സ്ഥലത്തും ഒരുപോലെ ഫ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള വള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് എലാസ്റ്റിക്കിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ നമുക്ക് വള്ളി ശരിയായിട്ടുണ്ട്. നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഒരു വേറെ തുണി കഷ്ണം വെച്ച് നമുക്ക് അവിടെ ജോയിൻ ചെയ്തെടുത്താലും മതി. അപ്പോൾ കാണുന്ന ഭാഗത്താണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു വേറെ തുണി കഷ്ണം എടുത്തതിന് ശേഷം ഇതുപോലെ എലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ. അല്ലെങ്കിൽ നേരിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. നമ്മളിവിടെ ഒരു ഫ്ലവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ജോയിൻറ്റിലാണ് നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു തുണി വെക്കുന്നില്ല, പകരം നേരിട്ട്
അലാസ്റ്റിക്കിൻ്റെ എൻഡ് ഭാഗം രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാത്ത ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പുറത്തോട്ട് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ ജോയിൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഫ്ലവർ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നേരിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അലാസ്റ്റിക്കിൻ്റെ രണ്ട് ഭാഗം ഒരു സ്ക്വയർ പോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് 4 സൈഡിലും സ്റ്റിച്ച് ചെയ്തിങ്ങനെ ഒരു സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ വള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള ഫ്ലവർ കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത 4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് 2 ഇഞ്ച് വീതിയിലേക്ക് നമ്മൾ നേരത്തെ ഈ ഒരു തുണി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻ്റെ വശത്ത് നമുക്കൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കതൊന്ന് ഫ്രില്ലിട്ടെടുത്ത് വേണം നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ നമ്മൾ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫ്ലവർ സെറ്റായി കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ കാണിച്ചെന്നുള്ളൂ, നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചിടാം. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫ്രില്ല് ചെയ്ത തുണിയുടെ എൻഡ് വശം ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് തുന്നി കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ സൂചി നൂലും വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് വശം ഇതുപോലെ വെച്ചതിന് ശേഷം തുന്നി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ലെയറായിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളിടത്തൊക്കെ നമ്മളിതുപോലെ സൂചി നൂലും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഇതിലും ഇതാക്കണം എന്നില്ല, കുറച്ച് ഏരിയ ആണെന്നനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സൂചി നൂലും വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് തുന്നിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ സെറ്റ് ചെയ്തെടുത്ത് ഉണ്ടോ. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡ് ഇതുപോലെ നമുക്ക് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ആ ഒരു മൂടുവശം ഒരു സൂചി നൂലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മൾ വിട്ട് പോരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ തുന്നിയെടുക്കണം. കാരണം നമ്മൾ ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് അത് വിട്ട് പോരാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലപോലെ തുന്നി കൊടുത്ത ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫ്ലവർ ആ ഒരു റിബണിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച വള്ളിയുടെ ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ആ ഒരു ജോയിൻ ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഫ്ലവർ വെച്ച ശേഷം നമ്മൾ നേരത്തെ തുന്നി വെച്ച ആ ഒരു സൂചി നൂല് കൊണ്ട് തന്നെ ഇതിൻ്റെ എൻഡ് വശത്ത് ഇതുപോലെ നല്ലപോലെ ആ ഒരു റിബണിനകത്ത് തുന്നി കൊടുക്കുക. ആദ്യം ഒരു സൈഡ് തുന്നി കൊടുത്ത ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും ഒന്ന് തുന്നിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് തുന്നി കൊടുത്തിട്ട് നമുക്ക് കെട്ടിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് തുന്നി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമത്തെ സൈഡ് കൂടെ ഒന്ന് തുന്നിയെടുക്കാം. അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോധം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കിഡ്സ് ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ബോ നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കിഡിലൻ ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ബോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതുകൂടി നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ അഭിപ്രായം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.